നമസ്കാരം. നമുക്ക് ഉത്സവകാലങ്ങളിൽ നോട്ടീസിൽ ഒരു പേര് നഷ്ടമായിരിക്കുന്നു. അതായത് ഉത്സവപ്പറമ്പുകളിലെ പുതിയ നോട്ടീസുകളിൽ ഈ വരുന്ന ഉത്സവകാലങ്ങളിൽ സ്ഥിരം കാണേണ്ടിയിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് ആരതി കൃഷ്ണ സംഘവും അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന കുറേ നോട്ടീസുകളിൽ വന്നേനെ. അതിലുപരി വേറെ ഒരു സംഭവങ്ങളുണ്ട്. നാട്ടിലെ പ്രധാനപ്പെട്ട സംഘടനകൾ, ചാരിറ്റി സംഘടനകൾ, ക്ലബ്ബുകൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കെല്ലാം പൊന്നാടയാണ് ഈ ചൂപ്പാടത്തരം വന്നതിനെ 11,500 പേരെ കേരളത്തിലെ നർത്തകികളാണ് അവിടെ പ്രോഗ്രാം ഗിന്നസ് വേൾഡ് റെക്കോർഡിങ്ങിന് വേണ്ടി നൃത്തമാടാൻ ചെന്നത്. പക്ഷേ ഉമാ തോമസിന് പറ്റിയ അപകടം മൂലം വലിയ നഷ്ടമായത് നാട്ടിലെ ജനങ്ങൾക്കാണ്. നാട്ടിൽ ഫ്ലെക്സ് കമ്പനിക്ക് വലിയ നഷ്ടം വന്നു. കാര്യം ഇവരുടെയൊക്കെ ഫോട്ടോ അടിച്ചു വയ്ക്കാൻ നോട്ടീസ് അടിക്കണം, ഫ്ലെക്സ് അടിക്കണം, ഉത്സവപ്പറമ്പിലെ നോട്ടീസ്, ഉത്സവ കാഴ്ചക്കാർ പ്രോഗ്രാം കാണുന്നവർക്ക് എല്ലാം വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ജേതാവ് നർത്തകിയുടെ നൃത്തമുണ്ട് രാത്രി 7 മണിക്ക് എന്നൊക്കെ പറഞ്ഞുള്ള അനൗൺസ്മെൻറ്റും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നേനെ. വലിയൊരു നഷ്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിലുപരി ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോയിരുന്നു. 62 പേര് പോയി. ഒരാളിൽ നിന്ന് 3500 രൂപ കൂടാതെ 500 രൂപ അവിടെ പരിശീലനത്തിന്, പിന്നെ മേക്കപ്പിന് 1000 രൂപ, ഏകദേശം ഒരു കുട്ടിയുടെ നിന്ന് 6,500 രൂപയോളം ചിലവായെന്നാണ് പറയുന്നത്. എത്ര രൂപയായാലും ഇതിൻ്റെ പിന്നിൽ കളിച്ചവർക്ക് കിട്ടിയതിന് കൂടാതെ ഈ കുട്ടികളെ അവിടെ എത്തിച്ചവർക്ക്, ഈ ടൂറിസ്റ്റ് ബസ്സുകാർക്ക്, അവർക്കൊക്കെ ലാഭം ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ബസ്, ഹോട്ടലുകൾ. അപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് കേരളത്തിലെ ഒരു ഇത്തിരി പൈസയൊന്നും അല്ല കേരളത്തിലെ പൈസ എറണാകുളത്തോട്ട് എത്തിയത്. എന്നാലും വലിയൊരു ലാഭത്തിലാണ് നമ്മളെല്ലാവരും. ഈ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു തട്ടിപ്പും ഇതിനു കൂടെ ഉണ്ടാകുന്ന പൊന്നാട അടിയിപ്പും ഈ മൊമെൻ്റോ കൊടുക്കലും ഒക്കെ കാണേണ്ടി വരുന്ന ഒരു കാഴ്ച വലിയ വലുതായിരുന്നു. എല്ലാം നഷ്ടപ്പെടുത്തിയ ആ മൃദംഗാഭിഷന് വേണം. അവനെയൊക്കെ എന്തോ ചെയ്യണമെന്ന് അറിയാം. ഈ നാട്ടുകാർ പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ട് തീർത്ത് വെച്ചിരിക്കുകയാണ്. പ്രസ് മലയാളം, നേരോടെ ജനപക്ഷം.